തളികയിൽ വെച്ച് കൊടുക്കുന്ന നടപടിയായിരുന്നു അന്ന് വി ഡി സതീശൻ ചെയ്തത്. ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ബി ജെ പിയെ ഒരു പഞ്ചായത്തിന്, കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കുന്നതിന് അന്ന് അദ്ദേഹത്തിൻ്റെ നടപടി കാരണമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ബോധ്യമായിട്ട് പോലും, ഒരു സാധ്യതയായിരുന്നില്ല, അത് ഒരു ബോധ്യമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ നടപടി ബി ജെ പിക്കാണ് ഗുണകരമായത്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയും അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ്. ഉദാഹരണമായി ഇപ്പോൾ മഞ്ചേശ്വരത്ത് പറയുകയാണെങ്കിൽ, മഞ്ചേശ്വരത്തെ STPയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കാരണമായത് പൊതുസമൂഹത്തിൻ്റെ വലിയ സമ്മർദ്ദമായിരുന്നു. ആ പൊതുസമ്മർദ്ദത്തിൽ കേരളത്തിലെ വിവിധ മതസംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് ഈവൻ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ മത്സരിക്കരുത് എന്ന്, അങ്ങനെ മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ നേർവിപരീതമാണ് വി ഡി സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് വി ഡി സതീശനോടും അതുപോലെ UDFലെ നേതാക്കന്മാരോടും കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത്, ഇത് കോൺഗ്രസിൻ്റെ ഒരു പോളിസിയാണോ എന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊരാൾ, ഞാൻ മുതിർന്ന എന്ന് ഉദ്ദേശിക്കുന്നത് നയരൂപീകരണ സമിതിയിലെ ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് SDPI എന്നല്ല, ആരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ ഇന്നലെ തന്നെ പറയുകയാണ് SDPയുടെ വോട്ട് വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയേക്കാളും മുകളിലാണോ വി ഡി സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ, AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത്, അത് കോൺഗ്രസിൻ്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനെല്ലാം കുറ്റം പറയുന്നത് വി ഡി സതീശൻ്റെ സംസ്കാരം. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം വളരെ ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. ഞങ്ങൾക്ക് ഇതിൽ ആശങ്കയുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് വിലയിരുത്തപ്പെടുന്നത് UDFന് മുൻതൂക്കമുണ്ട് എന്നാണ്. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണുള്ളത്. പക്ഷേ അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDFന് വലിയ മുൻതൂക്കമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കളും അവകാശപ്പെടുന്നുണ്ട്. ആ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ, വി ഡി സതീശന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ, KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDFന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം. എന്ന് പറഞ്ഞാൽ 70 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ, അപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആൾ വരാതിരിക്കാനും വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സീറ്റ് കുറയ്ക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശൻ്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, അവർക്ക് വലിയ വോട്ട് കുറയും, അതവർ തോൽക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിക്സ് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റ് UDFന് കിട്ടുമെന്ന് പറയുമ്പോഴും 21ഓളം സീറ്റുകളിലെ UDFൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 5000 വോട്ടിന് താഴെയാണ്. SDPI പോലുള്ള കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുള്ള, ഇങ്ങനെ ഒരു ഗതി നിർണയത്തിന് സാധ്യമായ വോട്ട് ബാങ്കുള്ള
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തീരെ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് അവരുടെ വിജയത്തെ കുറക്കാൻ അവർ തന്നെ താല്പര്യമെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു UDF ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് SDPI ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എല്ലാം പറയുന്നത് എല്ലാവരുടെയും വോട്ട് വാങ്ങുമെന്നാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കക്ഷി SDPI അത്ര എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തകന്മാരുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്, കേഡർ സിസ്റ്റമാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരും അണികളും ഞങ്ങൾക്കുണ്ട്, കേഡർമാരും അണികളും ഞങ്ങൾക്കുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് ഇന്ന് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് സതീശനാണ്. അതൊരു ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് വേറൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദർശമല്ല എന്നതിൻ്റെ തെളിവ് ആ പാർട്ടിയുടെ തന്നെ ദേശീയ നേതാക്കന്മാർ തിരിച്ചു പറയുകയാണ്. അതിപ്പോൾ ഒരു പാർട്ടിക്ക് രണ്ട് നേതാക്കന്മാർക്ക് രണ്ട് ആദർശബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു പാർട്ടിയുടെ ഒരു പൊതു പോളിസി ഒന്നായിരിക്കണം. ആ പോളിസിക്ക് വിരുദ്ധമായാണ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്തിൽ പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹ്യ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ച് കളയരുത് എന്ന് രാജിവെക്കണമെന്നാണ്. VD സതീശൻ്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് അറിയണം. ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SDPI 36 സീറ്റിലാണ് ഇപ്പോൾ അവസാനമായി മത്സരിക്കുന്നത്. ഞങ്ങൾ 45 നോമിനേഷൻ കൊടുത്തിരുന്നു. അതിൽ പല കാരണങ്ങൾ കൊണ്ട്, ഞങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് വിഡ്രോ ചെയ്ത് ഇപ്പോൾ 36 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കാത്ത 104 സീറ്റുകളിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒഴികെ വേറെ എവിടെയും ഞങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനവും ഞങ്ങൾ ഇന്ന മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ അവർ പ്രഖ്യാപിക്കാതെ ഞങ്ങളിന്ന് മറുപടി പറയും എന്ന് പറഞ്ഞ് എന്നത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഒരു മുന്നണിക്കും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് അടുത്തറിയട്ടെ, സമയമുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെ എല്ലാ ചാനലുകളും പറഞ്ഞത്. ഞങ്ങൾ ഔദ്യോഗികമായി SDPI ഇതിലൊരു വളരെ കൃത്യമായ നിലപാട്, ആർക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വോട്ട് ഇവിടുത്തെ മുന്നണികളുടെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിനെ നിരാകരിച്ച് പറയുന്നത് എന്ത് സതുദ്ദേശമാണ് VD സതീശനുള്ളത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെയുള്ള ഈ കേരളത്തിലെ UDFലുള്ള കക്ഷികളും വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും UDFന് വോട്ട് ചെയ്ത ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിലേക്ക് SDPI ഇനി പോകൂല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാർ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള സമീപനം ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. കാരണം അവിടെ BJPയെ പരാജയപ്പെടുത്തണമെന്ന പൊതുസമൂഹത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിൻവലിച്ചത്. അങ്ങനെ പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും BJP വിജയിക്കാതിരിക്കാനുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാട് സ്വീകരിക്കേണ്ടതിലേക്കുള്ള ഒരു പഠനം, അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ വിവിധ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ ആർക്ക് വോട്ട് ചെയ്താലാണ് BJP പരാജയപ്പെടുക എന്നൊന്ന് പഠിക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, സമയമെടുക്കും. ഒരു ഇലക്ഷൻ്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് പറഞ്ഞതാണ്.
നിലവിൽ അങ്ങനെ കേട്ടിട്ടില്ല. നിലവിലിപ്പോൾ ഔദ്യോഗികമായി തീരുമാനങ്ങൾ പത്രക്കാർ മുമ്പിൽ പറഞ്ഞത് പിന്നെ മുഖ്യമന്ത്രിയും LDF കൺവീനറും A. വിജയരാഘവനൊക്കെയാണ്. അവരെ ഭാഗത്തു നിന്നും ഒരു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അശ്ലീലമാണ്. അങ്ങനെ പറയുന്നത്, സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളിയാവുന്ന 102 സീറ്റിൽ ഇവിടുത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ പിന്നെ ബോഡികളിൽ അംഗത്വമുള്ള 2 കോർപ്പറേറ്റർമാരുണ്ടല്ലോ, കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടല്ലോ, മുനിസിപ്പാലിറ്റികളുണ്ടല്ലോ, പഞ്ചായത്തുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി അംഗീകരിച്ചും ആ വ്യവസ്ഥയനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത് ഭരണ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയാണ്. ലോക്കൽ ബോഡി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റ് വിഹിതത്തിൽ 3 കൊടുക്കുകയാണ്. ആ 3 ബജറ്റ് വിഹിതം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തുകളിലെ ഔദ്യോഗികമായ മെമ്പർമാരാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ വോട്ട് വേണം എങ്ങനെയാണ് പറയുക? പ്രശ്നമില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് LDFനും UDFനും വോട്ട് നൽകുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. LDF നൽകുന്നതിലും UDF നൽകുന്നതിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഈ കോൺഗ്രസ്, ഇവിടെ ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഞങ്ങളുടെ മുന്നണിയിലാണ്. DMKയും കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഉള്ള മുന്നണിയിൽ തന്നെയാണ് SDPയും. ഞങ്ങളും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ വർഗീയ പാർട്ടി അല്ലല്ലോ. വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ വർഗീയ പാർട്ടി അല്ല. അല്ല, വളച്ചു കെട്ടല്ല. അതായത് KC വേണുഗോപാൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. KC വേണുഗോപാലാണ് VD സതീശനെക്കാളും അവരുടെ പാർട്ടിയിലെ സീനിയർ. അദ്ദേഹം പറയുന്നത് വോട്ട് വേണമെന്നാണ്. അപ്പോൾ അവരും ഒരു തീരുമാനമെടുക്കട്ടെ. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ പൊതുസമൂഹം അഭിപ്രായം പറയേണ്ടതുണ്ട്.